ലോകത്തിലെ ഏറ്റവും ആഴമേറിയ കടൽഭാഗമായ മരിയാന ട്രെഞ്ചിൻ്റെ ആഴം 10,984 മീറ്ററാണ്. എന്നാൽ അതിനേക്കാൾ ആഴത്തിൽ മനുഷ്യർ ഭൂമി തുരന്ന് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ 12 കിലോമീറ്ററോളം ആഴത്തിൽ മനുഷ്യർ നിർമ്മിച്ച കുഴിയാണ് കോല സൂപ്പർ ഡീപ്പ് ബോർഹോൾ. ഈ കുഴിയുടെ ആഴങ്ങളിൽ കണ്ടെത്തിയ വിചിത്രമായ ലോകത്തേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. നോർവീജിയൻ അതിർത്തിയിൽ നിന്ന് അധികം ദൂരത്തല്ലാതെ റഷ്യയിലെ മർമൻസ്കിലാണ് 12,262 മീറ്റർ ആഴമുള്ള ഈ കുഴിയുള്ളത്. നാട്ടുകാർ ഇതിനെ നരകത്തിലേക്കുള്ള കിണറെന്നാണ് വിളിക്കുന്നത്. നിലവിൽ ഈ ആഴമേറിയ കുഴി തുറക്കാനാകാത്ത വിധം മൂടപ്പെട്ടിരിക്കുകയാണ്. വെറും 9 ഇഞ്ച് വ്യാസം മാത്രമാണ് ഈ ദ്വാരത്തിനുള്ളത്. അതായത് ഏകദേശം 23 സെൻറ്റിമീറ്റർ മാത്രം. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 12,262 മീറ്റർ, അതായത് 12.2 കിലോമീറ്റർ ആഴമാണ് ഇതിനുള്ളത്. ഇത്രയും ആഴത്തിൽ കുഴിക്കാൻ ഏകദേശം 20 വർഷമെടുത്തു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ദ്വാരം കഴിയുന്നത്ര ആഴത്തിൽ ഇനിയും കുഴിക്കുക എന്നതായിരുന്നു ശാസ്ത്രജ്ഞരുടെ ലക്ഷ്യം. 14,500 മീറ്ററാണ് ഇവർ ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായി ഉയർന്ന താപനിലയിൽ എത്തിയപ്പോൾ ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരും കൂടുതൽ ആഴത്തിൽ കുഴിക്കുക എന്ന പദ്ധതി ഉപേക്ഷിക്കാൻ നിർബന്ധിതരാവുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഈ കുഴിയുള്ളത് റഷ്യയിലാണെങ്കിലും ഇതുണ്ടാകാനുള്ള കാരണം അമേരിക്കയാണ്. അതായത് 1950 കാലഘട്ടത്തിൽ ബഹിരാകാശ പര്യവേക്ഷണത്തിൽ മത്സരം മുറുകുന്നതിനിടെയാണ് അമേരിക്കയിലെ ഒരു കൂട്ടം ശാസ്ത്രജ്ഞരുടെ തലയിൽ പുതിയൊരു ആശയം ഉണർന്നത്. ഭൂമി തുറന്നാൽ എന്താണ് ലഭിക്കുക, മറുവശത്ത് എന്തായിരിക്കും ഉണ്ടാവുക എന്ന ചിന്ത. ഈ ചിന്തയിൽ നിന്നാണ് 1958 പ്രൊജക്ട് മൊഹോൾ അമേരിക്ക ആരംഭിച്ചത്. നാഷണൽ സയൻസ് ഫൗണ്ടേഷൻ്റെ ധനസഹായത്തോടെ അമേരിക്കൻ മിസലേനിയസ് സൊസൈറ്റി എന്ന് വിളിക്കപ്പെടുന്ന ഒരു കൂട്ടം ശാസ്ത്രജ്ഞരുടെ നേതൃത്വത്തിലായിരുന്നു പര്യവേഷണം നടന്നത്. എന്നാൽ പദ്ധതിക്കെതിരെ അമേരിക്കയിൽ തന്നെ ശക്തമായ എതിർപ്പുകൾ ഉയർന്നു വന്നിരുന്നു. ശാസ്ത്രീയ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയുള്ള എതിർപ്പുകൾക്കൊപ്പം സാമ്പത്തികം, അപകടം, പണത്തിൻ്റെ ദുരുപയോഗം എന്നിവ ഉയർത്തിക്കാട്ടിയായിരുന്നു എതിർപ്പ്. എന്നാൽ അപകടകരവും സങ്കീർണവുമായ പദ്ധതി എതിർപ്പുകൾക്കിടയിലും തുടരുകയായിരുന്നു. കിട്ടാവുന്നത്ര എല്ലാവിധ ആധുനിക ഉപകരണങ്ങളും എത്തിച്ചായിരുന്നു തുരക്കൽ നടന്നിരുന്നത്. ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ ഈ നീക്കം ദോഷകരമായി ബാധിക്കുമെന്ന് ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു. എന്നാൽ എതിർപ്പും ഫണ്ടിൻ്റെ അഭാവവും മൂലം പദ്ധതിക്ക് പാതി വഴി തിരശീല വീഴുകയായിരുന്നു. 1966 US ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പ്രൊജക്ട് ക്യാൻസൽ ചെയ്യാനുള്ള ഔദ്യോഗിക ഉത്തരവ് നൽകുമ്പോൾ 601 അടി, അതായത് 183 മീറ്റർ ഭൂമിക്കടിയിലേക്ക് കൂറ്റൻ യന്ത്രങ്ങൾ ഉപയോഗിച്ച് തുരന്നിരുന്നു. അമേരിക്ക പദ്ധതി പാതി വഴിയിൽ ഉപേക്ഷിച്ചതിൻ്റെ ചുവട് പിടിച്ചാണ് സോവിയറ്റ് യൂണിയൻ ലോകത്തെ ഞെട്ടിച്ച് 1970 കോല സൂപ്പർ ഡീപ്പ് ബോർഹോൾ എന്ന പ്രൊജക്റ്റിന് പച്ചക്കൊടി കാട്ടിയത്. അമേരിക്ക മുന്നോട്ട് വെച്ച അതേ ലക്ഷ്യങ്ങൾ തന്നെയായിരുന്നു സോവിയറ്റ് യൂണിയനും ഉണ്ടായിരുന്നത്. റഷ്യയിലെ മർമാൻസ്കിൽ നോർവീജിയൻ അതിർത്തിക്ക് സമീപം ബരൻസ് കടലിന് സമീപമുള്ള സ്ഥലമായിരുന്നു പദ്ധതിക്കായി കണ്ടെത്തിയത്. അങ്ങനെ 1970 മെയ് 24 കോലയിൽ ഡ്രില്ലിംഗ് ആരംഭിച്ചു. 23 സെൻറ്റിമീറ്റർ വ്യാസത്തിലാണ് കുഴിക്കാൻ ആരംഭിച്ചത്. പരമാവധി ദൂരം കുഴിക്കുക, വിവരങ്ങൾ ശേഖരിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. സാങ്കേതിക വിദ്യ ഇന്നത്തെ പോലെ ആധുനികമാകാത്ത ഘട്ടത്തിലായിരുന്നു റഷ്യയുടെ ഭൂമി തുരക്കൽ ആരംഭിച്ചത് എന്ന് നമ്മൾ ഓർക്കണം. കുറഞ്ഞത് 15 കിലോമീറ്ററെങ്കിലും കുഴിക്കുക എന്നതായിരുന്നു അവരുടെ ടാർഗറ്റ്. ആദ്യ വർഷം 13 കിലോമീറ്ററും 2ാം വർഷം ബാക്കിയും തുരക്കാനായിരുന്നു തീരുമാനം. ഏറ്റെടുത്ത ദൗത്യവുമായി റഷ്യൻ ശാസ്ത്രജ്ഞന്മാരുടെ നേതൃത്വത്തിലുള്ള സംഘം അതിവേഗത്തിൽ മുന്നോട്ടു പോയി. 9 കിലോമീറ്റർ തുരന്നപ്പോൾ വെള്ളത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു. എന്നാൽ ഇനിയുള്ള തുരക്കൽ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല. കട്ടിയുള്ള പാറകൾ യന്ത്രങ്ങളുടെ പ്രവർത്തനത്തെ പല ഘട്ടത്തിലും ബാധിച്ചിരുന്നു. പാറ തുറക്കാൻ ഭൂമിക്കടിയിലേക്ക് ഇറക്കിയ ഉരുക്കുതണ്ടുകളിൽ വിള്ളലുകൾ വരെ സംഭവിച്ചു. ഭൂമി തുരക്കൽ പ്രതീക്ഷിച്ചതുപോലെയാകില്ലെന്ന് തിരിച്ചറിവുണ്ടായതോടെ പദ്ധതി നിർത്തിവച്ചാലോ എന്ന ചർച്ച ശക്തമായി. ഇനിയും ആഴത്തിൽ കുഴിക്കാനാകില്ലെന്ന് വ്യക്തമായതോടെ പദ്ധതി നിർത്തിവെക്കാൻ അധികൃതർ നിർദ്ദേശം നൽകി. വിവിധ മേഖലകളിൽ നിന്ന് എതിർപ്പ് ശക്തമായതോടെ 1994 ഡ്രില്ലിംഗ് പൂർണ്ണമായും അവസാനിപ്പിച്ചു. പദ്ധതി അവസാനിപ്പിച്ചതായുള്ള ഔദ്യോഗിക അറിയിപ്പുണ്ടായത് 2005 12.25 കിലോമീറ്ററാണ് ഇക്കാലം കൊണ്ട് അവർ തുരന്നിരുന്നത്. തുരക്കൽ പ്രതീക്ഷിച്ച വിജയം ഉണ്ടാക്കിയില്ലെങ്കിലും ഭൂമിക്കടിയിൽ നിന്നുള്ള ചില വിവരങ്ങൾ നൽകാൻ പദ്ധതിക്കായിരുന്നു. ഗ്രാനൈറ്റും പാറയുടെ മറ്റൊരു രൂപമായ ബസാൾട്ടും തമ്മിൽ കാര്യമായ രൂപമാറ്റം സംഭവിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കാനായി. ഉപ്പുവെള്ളത്തിൻ്റെ സാന്നിധ്യവും ലഭ്യമായി.
തുരക്കൽ 7 കിലോമീറ്റർ ആഴത്തിൽ എത്തിയപ്പോൾ തന്നെ സമുദ്രജീവികളുടേതെന്ന് കരുതുന്ന ഡസൻ കണക്കിന് ഫോസിലുകൾ കണ്ടെത്തിയിരുന്നു. പാറയുടെ കടുത്ത സമ്മർദ്ദവും താപനിലയും ഉണ്ടായിരുന്നിട്ടും ഇവ കേടുകൂടാതിരുന്നു എന്നത് ഗവേഷകരെ അത്ഭുതപ്പെടുത്തി. ഡ്രില്ലിംഗ് നിർത്തിയതോടെ കാഠിന്യമേറിയ ഇരുമ്പ് കവചം ഉപയോഗിച്ച് ദ്വാരം അടക്കുകയായിരുന്നു. ജീവനക്കാർക്കും തൊഴിലാളികൾക്കും താമസിക്കാൻ നിർമ്മിച്ച കെട്ടിടങ്ങളും ഷെഡുകളും തകർന്ന നിലയിലാണ് ഇപ്പോഴുള്ളത്. ഏതായാലും നിങ്ങൾക്കിതിനെക്കുറിച്ച് എന്ത് തോന്നുന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.